തുളസി കതിർന്നുള്ളിയെടുത്തു കണ്ണന്നൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ. ആൾക്കാർ താമസിക്കാത്ത സിറ്റി ഈസിയാ. അറിയില്ലേ? അറിയില്ലേ? ഞാൻ തോറ്റു. ഇലക്ട്രിസിറ്റി. സ്റ്റെപ്പ് ഇട്. അപ്പൊ എങ്ങനെയാ ഒരു ദിവസം എങ്ങനെയാ ഹനയുടെ? ഞാൻ 9:30 വരെ കിടക്കാറുണ്ട്. അതിലും മേലെ കിടക്കും. എണീറ്റ് അവിടെ ഇരിക്കും. ഇരുന്ന് കുറച്ച് കഴിയുമ്പോ ഞാൻ പല്ലൊക്കെ തേക്കാനൊരു മടി. എന്ന് വെച്ചാൽ ഞാനെന്ന് പറയുന്നത് എനിക്ക് ഓരോ പല്ലും ക്ലീൻ ആയിരിക്കണം. അപ്പൊ അങ്ങനെ ഞാൻ ടൈം എടുത്താണ്. കണ്ടില്ലേ എന്റെ നല്ല കൊച്ചു പല്ല. എത്ര സമയം എടുക്കും പല്ല് തേക്കാൻ? പല്ല് തേക്കാൻ ഒരു മിനിറ്റോ 2 ഒരു പല്ലിന് 1 മിനിറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും മോശമായിട്ട് തോന്നുകയാണെങ്കിൽ ഇന്റർവ്യൂ വേണ്ടേ? അല്ല ഇന്റർവ്യൂ ഇട്ടോ. അതായത് ഒക്കെ മോശം. झुमका बरेली वाला कानों में ऐसा डाला झुमके ने ले ली मेरी जान हाय रम तेरे कुर्बान गजरा मोहब्बत वाला अखियों में ऐसा डाला ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഓക്കെ. ഹന ഏതൊക്കെ മൂവിയിൽ പാടി? ഞാൻ മധുരമീ ജീവിതം, നമ്മുടെ സിദ്ദീഖ് സാറിന്റെ ഒക്കെ പടം. അത് ഉടനെ എനിക്ക് തോന്നി അവർ ന്യൂ ഇയർ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണോന്ന് അറിയത്തില്ല. എപ്പോഴാണ് എപ്പിസോഡിന്റെ പാട്ട് ടെലികാസ്റ്റ് ആവാന്ന് ആലോചിച്ചിരിക്കുക. അതോടെ സാധനം വന്നത്. റിലീസ് ചെയ്യും. അതിനകത്ത് എനിക്കൊരു പാട്ട് പാടാൻ പറ്റി. 2 പാട്ട് പാടി. വേറെ ഒരു പടത്തിലും പാടി. അത് മസ്കാര എന്ന് പറഞ്ഞിട്ട്. മസ്താനിയോ? മസ്കാര സിനിമയുടെ പേരാ? അത് റിലീസായോ? ഇല്ല, അത് ഉടനെ ആവും. ഉടനെയല്ല, അതിന് കുറച്ച് ടൈം എടുക്കും. മധുരമീ ജീവിതം ഉടനെ കാണും. എങ്ങനെ ഉണ്ടായിരുന്നു പാട്ടുപാടി എക്സ്പീരിയൻസ്? എനിക്ക് ഇഷ്ടപ്പെട്ടു. ബാക്കിയുള്ളവർക്കോ? പറഞ്ഞത് സോറി. എങ്ങനെ ഫിലിമിലേക്ക് അതെങ്ങനെയായിരുന്നു ആ ഒരു കോളൊക്കെ? ഫോണിൽ വിളിച്ചതൊന്നും പറയരുത് കേട്ടോ. ഇവളങ്ങനൊക്കെ പറയരുതായിരുന്നു. അപ്പൊ പറഞ്ഞേനെ. ശരിക്കും പറഞ്ഞാല് സൂപ്പർ സ്റ്റാറിലെ എപ്പിസോഡും അവര് കണ്ടിട്ടുണ്ട്. ഞാൻ തുളസി കതിര് പാടിയില്ലേ? അപ്പം തൊട്ട് ഞാൻ പാടിയത് സിനിമയിൽ പാടിയതും ഒരു കൃഷ്ണന്റെ പാട്ടാ. അപ്പം ഈ പ്രൊഡ്യൂസർ ആണേല് ഇങ്ങനെ എനിക്ക് അല്ല അതല്ല പ്രൊഡ്യൂസർ വിളിച്ചിട്ട് അതേനിപ്പോ കഥ പറയാം. പ്രൊഡ്യൂസർ ആണെങ്കിൽ എന്റെ തുളസി കതിർ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിങ്ങനെ കിടക്കുവാണ് മനസ്സില്. അപ്പം ഈ പാട്ട് വന്നപ്പം അപ്പൊ ഈ സിനിമയുടെ ഇത് വന്നപ്പം കൃഷ്ണന്റെ അപ്പം ആ കുട്ടിയെ കൊണ്ട് പാടിപ്പിച്ചാലോ എന്നിങ്ങനെ ചിന്തിച്ചു. അപ്പോഴത്തേനും ഇവരറിഞ്ഞു ഞാൻ സൂപ്പർ സ്റ്റാറിലുണ്ട്. അപ്പം സൂപ്പർ സ്റ്റാറിലുള്ളപ്പം എന്റെ ഇത് സീനിയേഴ്സിന്റെ കോമ്പറ്റീഷനാ. അപ്പം ഞാൻ സീനിയർ ആയില്ലേ. അപ്പം എത്രയോ വർഷത്തിന് മുന്നേ ഇറങ്ങിയതല്ലേ തുളസി കതിര്. ആ സെയിം ടോൺ ആണോ എന്നുള്ളൊരു കൺസേൺ അവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇവർ എൻ്റെ വീഡിയോസ് എടുത്ത് നോക്കിയപ്പോൾ മനസ്സിലായി വോയിസ് ഒന്നും വലിയ മാറ്റമൊന്നുമില്ല. അങ്ങനെ എൻ്റെ നമ്പർ വേണ്ടേ? അപ്പം നമ്പർ വേണ്ടപ്പം അന്വേഷിച്ച് നമ്മുടെ പാച്ചിച്ചേട്ടനെ വിളിച്ചു. അപ്പം പാച്ചിച്ചേട്ടൻ എൻ്റെ നമ്പർ കൊടുത്തു. അങ്ങനെ ആണ് ഞാൻ സിനിമയിൽ അങ്ങനെയാ എന്നെ കോണ്ടാക്ട് ചെയ്തത്. പിന്നെ അവര് എനിക്ക് ട്രാക്ക് അയച്ചു തന്നു. ഞാൻ പാടി നോക്കി. റെക്കോർഡിങ് കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു സാറ്റിസ്ഫൈഡ് ആണെന്ന്. ഇപ്പഴെങ്ങനാന്ന് എനിക്കറിയില്ല. അപ്പോഴ് ക്യാമറയുടെ മുന്നിൽ അങ്ങനെ പറഞ്ഞു. പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ആ തുളസി കതിർ ഒന്ന് കേൾക്കാം. തുളസി കതിർന്നുള്ളിയെടുത്തു കണ്ണന്നൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ. തുളസി കതിർന്നുള്ളിയെടുത്തു കണ്ണന്നൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ. തുളസി കതിർന്നുള്ളിയെടുത്തു കണ്ണാ കണ്ണാ
അരെ വാ വാ. കൊള്ളാം. താങ്ക് യു. നൈസ്, അടിപൊളി. അപ്പൊ ഈ ഒരു സോങ്ങിൽ നിന്നാണ് ഇപ്പം ഫിലിമിലേക്ക് അതെ അതെ. അവർക്ക് ഇഷ്ടപ്പെട്ടു. സൂപ്പർ സ്റ്റാറിനും ഉണ്ട് ഒരു സൂപ്പർ സ്റ്റാറിൽ വന്നതിന് ശേഷമാണ് കുറച്ചുകൂടെ ആള് വീടായി പോയത്. അപ്പൊ എങ്ങനെയാ വീട്ടില് ആരൊക്കെ പാടും? വീട്ടിൽ ആരൊക്കെ ഉണ്ടോ? വീട്ടില് ഉമ്മി വാപ്പി ഞാനും അനിയത്തിയും ഉണ്ട്. ഉമ്മ വാപ്പയൊക്കെ പാടും? ഉമ്മിക്ക് ഇങ്ങനെ പാട്ട് കേട്ടിട്ട് അവിടെ തെറ്റുണ്ടെന്ന് പറഞ്ഞു തരാൻ അറിയാം. വാപ്പിക്ക് എന്ന് പറയുമ്പം വാപ്പി പണ്ട് പാടുമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ കേട്ടിട്ടില്ല. ഞാൻ കേട്ടിട്ടുണ്ട്. വാപ്പി പാടും. അനിയത്തി? അനിയത്തി പാട്ട് പഠിക്കുന്നുണ്ട്. ഇപ്പൊ ഫൈസ് എങ്ങനെയാ? അപ്പൊ വൈഫും കുട്ടിയൊക്കെ അവിടെ അല്ലേ? അപ്പം മിസ് ചെയ്യില്ല? പോകും വരും അങ്ങനെ? സത്യം പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമ്മളിവിടെ കൊച്ചിയിൽ വന്നിട്ട് ഒരു കൊല്ലായിട്ടുള്ളൂ ഇവിടെ സ്റ്റേ ചെയ്ത് തുടങ്ങിയിട്ട്. ഒരു വില്ലയുണ്ട് നമുക്ക്. അപ്പൊ അവിടെ ഒരു പോഡ്കാസ്റ്റ് സ്റ്റുഡിയോ ഒക്കെ ഉണ്ട് നമുക്ക്. മാക്ബ്രോ വില്ല എന്ന് പറഞ്ഞിട്ട്, മാവ് എന്നാണ് പോഡ്കാസ്റ്റിന്റെ പേര്. മാക്ബ്രോ വില്ല, മാവ് അങ്ങനെയാണ്. അപ്പൊ അവിടെ 5 ആർട്ടിസ്റ്റുകളുണ്ട്. ഒന്ന് ഞാൻ സിംഗറാ, പിന്നെ ജാസിം എന്ന് പറഞ്ഞൊരു സിംഗർ ഉണ്ട്, അക്ബർക്ക് ഉണ്ട്, പിന്നെ ഗഫൂർ എന്ന് പറഞ്ഞിട്ട് ലിറിസിസ്റ്റ് ഉണ്ട്, പിന്നെ ഒരു സൗണ്ട് എഞ്ചിനീയർ ഉണ്ട്, റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഉണ്ട് അവിടെ. അപ്പൊ ഞങ്ങൾ ഈ സ്പോട്ടിഫൈ ഒക്കെ അല്ലേ, ഓഡിയോ പ്ലാറ്റ്ഫോംസിലോട്ട് ഞാൻ കമ്പോസ് ചെയ്യും, അക്ബർക്ക് പാടും, ലിറിക്സ് അവിടെ നിന്ന് തന്നെ എഴുതും, അവിടെ നിന്ന് തന്നെ പ്രോഗ്രാമിംഗ് എല്ലാം ചെയ്ത് മിക്സ് ഒക്കെ ചെയ്ത് ഔട്ട് ഇറക്കും. അങ്ങനെ ഒരുപാട് പാട്ട് ഇങ്ങനെ സ്പോട്ടിഫൈയിൽ ചെയ്യില്ല നമ്മളെ മെയിൻ പരിപാടി. അതിനാണ് നമുക്ക് റവന്യൂ കാര്യങ്ങളൊക്കെ വരുന്നത്. അവിടെ നിന്ന് പിന്നെ കൊച്ചിയിൽ വന്നതിന് ശേഷം കൂടുതൽ ഇവിടുന്ന് പോകാൻ നല്ല സുഖമാണ്. ഇവിടെ കുറെ ഷോസ് കിട്ടും, പിന്നെ ഇവിടുത്തെ കണക്ഷൻസ് ഒരു വേറെ അടിപൊളിയാണ്. പിന്നെ ഇവിടെ വരുമ്പോഴുള്ള പ്രശ്നം വർക്ക് ഇങ്ങനെ ലോഡാകുമ്പോൾ കുട്ടീനെയും വൈഫിനെ ഇങ്ങനെ കാണാനുള്ളൊരു സാധനം വരും, മിസ്സിങ് ഭയങ്കരമായിട്ട് വരും. അപ്പൊ ഞാനിത് എങ്ങനെയൊക്കെ തീർത്തിട്ട് ഓടലാണ് കുട്ടീൻ്റെ അടുത്തേക്ക്. അപ്പൊ വീഡിയോ കോളിൽ ഇങ്ങനെ വിളിക്കും. വീഡിയോ കോളിൽ വിളിക്കുമ്പോൾ അബ്ബ എവിടെ, അബ്ബ കൊച്ചിയിലാണെന്നൊക്കെ ചോദിക്കും മോള്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു സാധനം വരും. എന്നാലും ഞാനിങ്ങനെ ഷൂട്ട് കഴിഞ്ഞാൽ ആദ്യം പോകും, വീട്ടിലേക്ക് പോകും. അവിടെ ആണെങ്കിലും വൈഫ് ജോലിക്ക് പോകുന്ന ആളാണ്, ടീച്ചറാണ്. അപ്പൊ അവള് പറഞ്ഞ അവളും പുറത്തു പോകും, കുട്ടി മാത്രം ഇപ്പൊ വീട്ടിലാ. എൻ്റെ ഉമ്മാട് ഉപ്പാടെ അടുത്ത് ഭയങ്കര കമ്പനിയാണ് എൻ്റെ ഉമ്മ. അപ്പോൾ ഉമ്മള് ഓക്കെയാണ്, കുഴപ്പമില്ല. അല്ലെങ്കിൽ കുട്ടി അങ്ങനെ നിൽക്കുമ്പോൾ അലമ്പാവില്ലേ. ഞാനും ഇവിടെ, അവളും ജോലിക്ക് പോകുന്നു. അപ്പോൾ ഉമ്മ ഉപ്പയും അടിപൊളിയാണ്, ഭയങ്കര സപ്പോർട്ടീവാണ് എൻ്റെ എല്ലാ കാര്യത്തിനും. അവളാണെങ്കിലും ഭയങ്കര സപ്പോർട്ടാണ് എല്ലാ കാര്യത്തിലും. മോൾക്ക് അങ്ങനെ പാട്ടൊക്കെ പാടി കൊടുക്കാറില്ലേ വീട്ടിൽ പോകുന്ന സമയത്ത്? എന്റെ മോളിപ്പോ ഇപ്പൊ എടുത്തൊരു എന്റെ മോള് 2 വയസ്സല്ലായിട്ടുള്ളൂ. ചില പിള്ളേര് ചില സോങ്സ് കേൾക്കുമ്പോ അവരിങ്ങനെ കേട്ടിരിക്കാറില്ലേ? ഇപ്പൊ എന്താണ് കേട്ടോണ്ടിരിക്കുന്നത്? ഇപ്പൊ എടുത്ത പാട്ട് റിലീസായിരുന്നു, മായാദിവൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് ഞാൻ മ്യൂസിക് ചെയ്ത പാട്ടത്. അപ്പൊ മിസിറിലെ രാവൊന്ന് കണ്ടാൽ അങ്ങോട്ട് കേട്ടാ നമ്മള് നോക്കും, ഫോൺ ഓണാക്കി അങ്ങോട്ട് നോക്കും, അങ്ങോട്ട് വരും. എന്നിട്ട് അബ്ബ അറിഞ്ഞു നോക്കും. അബ്ബ ഇല്ല അതില് ഫുള്ള് വേറെ ആൾക്കാരാ. പക്ഷെ എന്റെ പാട്ടാന്ന് എന്റെ വൈഫ് പറയലുണ്ട്, അബ്ബയുടെ പാട്ട് അറിയും. അപ്പൊ ഇങ്ങനെ ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ ഞാൻ പാടി പട്ടുറുമാല കുറച്ച് പാട്ടുകളുണ്ട്, മാപ്പിള പാട്ടുകൾ. അതിങ്ങനെ വെച്ചു കൊടുത്തു കഴിഞ്ഞാല് അത് ഭയങ്കരമായിട്ട് കേൾക്കും. പാട്ടിനോടൊരു സാധനം ഉണ്ട്. എന്റെ വീട്ടിൽ എന്റെ ഇത്ത നന്നായി പാടും, ഉപ്പയും എല്ലാരും പാട്ടാണ്. ഒരു സിംഗിൾ ഒരു മാപ്പിള പാട്ട് കേട്ടാലോ? പാട്ടാ മലർക്കുടിയെ പാടി തെറ്റാ, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ പട്ടുമാല പാടി പാട്ടാ. മലർക്കൊടിയെ ഞാനെന്നും പുഴകരികിൽ പോയെന്നും വളർന്നു വരും മുഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട്, അവളുടെ സുന്ദരമാം കൺകോണിൽ സുവർഗവും കണ്ട്, മലർക്കൊടിയെ ഞാനെന്നും പുഴയരികിൽ പോയെന്നും വളർന്നു വരും മുഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട്, അവളുടെ സുന്ദരമാം കൺകോണിൽ സുവർഗവും കണ്ട്. ഈ ദേഷ്യം വരാറുണ്ടോ ഫൈസ്ക്കൊക്കെ എപ്പോഴെങ്കിലൊക്കെ? ദേഷ്യം ഈ പറഞ്ഞില്ലേ, വീഡിയോ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനകത്ത് നിന്ന് ഡൈവേർട്ടായി പോയി നമ്മുടെ കാര്യം നടക്കാതൊക്കെ വരുമ്പോൾ ഉള്ള ദേഷ്യം. എല്ലാവർക്കും അത് ദേഷ്യമാണ്. ദേഷ്യമില്ലാന്ന് പറയാൻ പറ്റില്ല. ഒരു കാര്യം 1 വട്ടം 2 വട്ടം കഴിഞ്ഞാൽ 10 വട്ടം കഴിഞ്ഞാൽ നമുക്ക് ചെറുതായിട്ട് 30 വട്ടം കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. അപ്പൊ അതും ചൂടാവുന്നില്ല. ഞാൻ പറയും ചെയ്തിട്ട് നിനക്ക് അങ്ങനെയൊക്കെ ചെയ്തോട്. അപ്പൊ ഇവളെന്നെ കളിയാക്കിട്ട് പോടാ വാപ്പിന്ന് വിളിക്കും. ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവ് അല്ലല്ലോ, സോങ്സ് ഒന്നും ഇടുന്നത് ഞാൻ നോക്കുമ്പോ ഇപ്പൊ ഇവിടെ വരുമ്പം മാസത്തിലൊരിക്കലൊക്കെ ഞാനിങ്ങനെ ഇവിടെ വരുമ്പോഴാണ് റീൽ ചെയ്യണത്. നമ്മളെ കൂടെയാണ് ഇപ്പൊ ടീമായിട്ട് പാട്ടൊക്കെ പാടുന്നത്. മുമ്പൊന്നും പോസ്റ്റ് ചെയ്യില്ല.
പക്ഷെ എന്നാലും അക്കൗണ്ട് ഇപ്പൊ 2-3 വീഡിയോസ് ഒക്കെ ഇട്ടപ്പത്തിനും കൊണ്ട് ഭയങ്കര ഓണാ. ഞാൻ പറയപ്പോഴും പാട്ട് കേടി റീൽ അപ്ലോഡ് ചെയ്യും മോളെ എന്നൊക്കെ പറയും. എന്താ ഇഷ്ടമല്ല? ഇഷ്ടമല്ലാത്തല്ല, അതിനു വേണ്ടി ഒരു സമയം ഇതുവരെ കണ്ടെത്തിയില്ല. അതെന്താ കണ്ടെത്താ? മടി അല്ലാണ്ട് മടി. അപ്പൊ എങ്ങനെയാ ഒരു ദിവസം എങ്ങനെയാ ഹാനയുടെ? ഞാൻ എൻ്റെ ഒരു ദിവസം എത്ര മണിക്ക് എണീക്കും? ഞാൻ 9:30 വരെ കിടക്കാറുണ്ട്, അതിലും മേലെ കിടക്കും. പക്ഷെ അതിന് മുന്നേ ഉമ്മയും വാപ്പയും ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും. പിന്നെ അല്ലാതെ തന്നെ നമ്മൾ എണീറ്റ് പോകുമ്പോ, കാരണം ഭയങ്കര ബഹളം എന്ന് വെച്ചാൽ ഉമ്മയും ചുച്ചും വാപ്പയും എല്ലാരും അനിയത്തി ഇവരെല്ലാരും സ്കൂളിൽ ഓഫീസിലൊക്കെ പോകുന്നതിന്റെ ഒരു തിരക്കില്ലേ. അപ്പൊ എന്താണെങ്കിലും ഞാൻ പിന്നെ ഉറക്കത്തിന് എനിക്ക് സ്പ്രേ അടിക്കത്തില്ലേ, അപ്പൊ ആ ഒരു മണവും കൂടെ കേൾക്കുമ്പോഴത്തേനും എണീക്കും. പിന്നെ ഞാനങ്ങ് എണീച്ചിട്ട് അല്ലെങ്കിൽ ഉമ്മി മോളെ പ്രാക്ടീസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് എണീപ്പിക്കും. എണീറ്റ് അവിടെ ഇരിക്കും. ഇരുന്ന് കുറച്ച് കഴിയുമ്പോ ഞാൻ പല്ലൊക്കെ തേക്കും. ഇത്തിരി നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് കുറച്ചു നേരം ഇരുന്ന് ചേട്ടനൊക്കെ കുറച്ച് അതായത് എനിക്ക് പല്ല് തേക്കണമല്ലോ. ഇത് തേക്കാനൊരു മടി എന്ന് വെച്ചാ ഞാനെന്ന് പറയുന്നത് എനിക്ക് ഓരോ പല്ലും ക്ലീൻ ആയിരിക്കണം. അപ്പൊ അങ്ങനെ ഞാൻ ടൈം എടുത്താണ്. കണ്ടില്ലേ എന്റെ നല്ല കൊച്ചു പല്ല, അപ്പം വലിയ ബ്രഷുമാണ്. അപ്പം അഴുക്ക് പോകുമെന്ന് എനിക്ക് അറിയത്തില്ലല്ലോ. ഞാൻ നല്ലപോലെ ടൈം എടുത്താണ് ചെയ്യുന്നത്. എത്ര സമയം എടുക്കും പല്ല് തേക്കാൻ? പല്ല് തേക്കാൻ ഒരു 1 മിനിറ്റോ 2 മിനിറ്റോ. ഒരു പല്ലിന് 1 മിനിറ്റ്? 5 മിനിറ്റ്. പിന്നെ ഒരു പല്ലിന് 1 മിനിറ്റ് ആണോ? ഞാൻ അല്ല അങ്ങനെ അല്ല. അതായത് 1 മിനിറ്റിൽ എത്ര സെക്കൻഡ് ഉണ്ട്? 60. കൊച്ചിനെ അറിയാം. അതൊക്കെ അറിയാം. കളിയൊക്കെയല്ല പറഞ്ഞത്. അതായത് ബ്രഷ് 2 മിനിറ്റ് നമ്മളിങ്ങനെ പറയെങ്കിലും ഒരു മിനിറ്റ് നീക്കാൻ പെടുന്ന പാടറിയാവോ? പ്ലാങ്കിൽ നോക്കണം. ശരിക്കും അതൊരു വലിയ ടൈം ആയിരിക്കും. ഞാനപ്പോ അങ്ങനെ പറഞ്ഞതാണ്. ചിലപ്പം 4 മിനിറ്റോ 3 മിനിറ്റോ എടുക്കുമായിരിക്കും. അത് വലിയ ഒരു നോക്കിട്ട് പറയണേ. ഓക്കെ, സ്റ്റോറി ഇട്ടാ മതി. ടൈമർ ഒക്കെ നമുക്ക് ഞാൻ മെൻഷൻ ചെയ്യാം. ശരിടാ. ഓക്കെ, ഞാൻ റീമെൻഷൻ ചെയ്തിരിക്കും. അങ്ങനെ 3 മിനിറ്റ് എടുത്ത് പല്ല് തേച്ചു. പല്ല് തേക്കും. പല്ല് തേച്ച് കഴിയുമ്പോഴത്തേനും ഫുഡൊക്കെ അവിടെ കാണുമല്ലോ. കാണും. അപ്പം ഫുഡ് എടുത്ത് കഴിക്കും. അതെടുക്കാൻ മടിയുണ്ടോ? ഈ അപ്പം ദോശയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ മടി. അതായത് എനിക്ക് ഇഷ്ടമാണ്. അയ്യോ, ഇനി ഭക്ഷണത്തിന് ഇതിലും ഭക്ഷണത്തിനാണ് നമ്മുടെ കർണാടകപ്പള്ളിക്കാരുടെ ഒരു ഇതാ. അപ്പം ഭക്ഷണം എനിക്ക് അത് ഇഷ്ടമാണ്. പക്ഷെ ഇപ്പൊ അപ്പമാണെങ്കിൽ അതിന്റെ കൂടെ ബീഫ് ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കഴിക്കാൻ. അപ്പൊ അപ്പം ചമ്മന്തി ആണേലോ ഒരു മടുപ്പ. അപ്പോഴാ അങ്ങനത്തെ അവസ്ഥകളിലാണ് ഞാൻ നൂഡിൽസിനെ ആശ്രയിക്കുന്നത്. മനസ്സിലായി. മനസ്സിലാക്കണ ഒരു അവസ്ഥ കഷ്ടപ്പാട് തന്നെ. അതല്ല, ചപ്പാത്തി ഉണ്ടെങ്കിൽ ചപ്പാത്തി നൂഡിൽസ് അല്ലല്ലോ, ന്യൂട്ടല്ലയും കൂടെ കഴിക്കാം. ചപ്പാത്തി നൂഡിൽസ് ന്യൂട്ടല്ല ഇല്ലെങ്കിൽ നൂഡിൽസ് എപ്പോഴും എന്റെ ഫ്രിഡ്ജിൽ കാണും. അപ്പം എന്താ ചെയ്യുന്നത്? അപ്പം ഞാൻ അപ്പവും ചമ്മന്തി അല്ല അപ്പവും ദോശയൊക്കെ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? പുട്ടുണ്ടാക്കാൻ പറയും. പുട്ടും പഴവും എനിക്കിഷ്ടമാണ്. അതായത് രാവിലെ ഒരു മധുരം, അത് കലക്കി പഞ്ചസാര ചിലപ്പോഴേ എടുത്തോളൂ. വലിയ അങ്ങ് മധുരം ഓവർ ആവില്ല. ഷുഗർ. അപ്പം പഴവും പുട്ടും അതിങ്ങനെ കുഴച്ച്, അപ്പൊ കുറെ സമയം അതിനകത്ത് കളയാം. നമുക്ക് ഒത്തിരി സമയം എടുക്കുമല്ലോ പുട്ടും പഴവും കഴിക്കാൻ. വിഷയമാണ്. അവിടെ ഷൂട്ടിന്റെ ദിവസം 2 ഇഡ്ഡലി വെച്ചിട്ട് ഇവിടെ ഇരിക്കണ കണ്ടു സങ്കടം വരും. മടുപ്പാ ഇഡ്ഡലി. അല്ലാതെ ഞാൻ ഭക്ഷണത്തിന് അതല്ലല്ല, നല്ല ടേസ്റ്റ് ആണ്. പക്ഷെ ഡെയിലി നമുക്ക് 4 ദിവസവും ബ്രേക്ക്ഫാസ്റ്റിന് അത് തന്നെ ആയിരിക്കും. ഇഡ്ഡലി ദോശ ആയിരിക്കും. അങ്ങനെ സെറ്റ് ഫുഡ് അല്ലേ? ആ സെറ്റിൽ അങ്ങനെ തന്നെ അല്ലേ? അപ്പൊ അത് കഴിക്കേണ്ടി വരും. അത് പിന്നെ നൂഡിൽസ് ഉണ്ടാക്കി തരണം. കഴിച്ചു. അങ്ങനെ അവിടെ കുറെ സമയം പോയി. അവിടെ അപ്പൊ സമയം പോകും. എന്നിട്ട് എന്റെ കൂടെ സംസാരിക്കാനൊന്നും ആരും ഇല്ല. എന്തൊരവസ്ഥ. വൈകുന്നേരം ഒരു 6:30 ആകുമ്പോഴത്തേനും കഴിച്ചു കഴിഞ്ഞിട്ട് 6:30 വരെ ഞാൻ ഒറ്റയ്ക്കായിരിക്കും വീട്ടില്. ആരും ഇല്ല, സംസാരിക്കാൻ മടുപ്പോയി. അപ്പൊ ഈ ഫോണായിരിക്കും ഞാൻ എപ്പോഴും കളിച്ചോണ്ടിരിക്കുന്നത്. അപ്പം പിന്നെ പാട്ടൊക്കെ കേൾക്കും. അല്ല, 6:30 നമുക്ക് വരാം. ഫുഡ് കഴിച്ചു രാവിലെ. ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ഹോളില് സോഫയില്ലേ, അവിടെ ഇങ്ങനെ
കാലി കെട്ടിച്ചിട്ടില്ലേ ഇരിക്കും. അങ്ങനെ തന്നെ. 6 മണി വരെ. അതിന് സമയം ശരിക്കും ഇല്ല, ഞാൻ തള്ളുവല്ല, ഞാൻ എത്ര മണി വരെ വേണേലും ഇരിക്കും. അത് അപ്പൊ അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലാണ് എന്നെ ഒരു മടി പിടിച്ച ഒരു കുട്ടിയാക്കിയത്. നമ്മളെ നല്ല സാമ്യം കേട്ടോ. എനിക്ക് എന്നെ കാണാൻ പറ്റുമോ? കണ്ടിന്യൂ. അപ്പം അങ്ങനെ ഇരിക്കും. അതിന്റെ ഇടയ്ക്ക് എന്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കും ഞാൻ. അവര് അവൈലബിൾ ആണെങ്കിൽ അവര് എന്നെ ഞാൻ വിളിക്കും. എന്നുവെച്ചാൽ എന്റെ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ അവര് കോളേജ് സ്റ്റുഡൻസ് അല്ലേ, ഞങ്ങൾക്കിപ്പോ 1:30 വരെയാണെന്ന് തോന്നുന്നു ക്ലാസ്. ഞാൻ കുറെ നാളായി പോയിട്ട്. അപ്പം അവര് ഫ്രീ ആവുന്ന ടൈമില് എനിക്കിപ്പം സന്തോഷം ഉണ്ടെങ്കിലോ വിഷമം ഉണ്ടെങ്കിലോ ഒക്കെ എനിക്ക് എന്റെ ഫ്രണ്ട്സിനെ വിളിക്കാം. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ വിളിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഉച്ചയൊക്കെ ആവും. അപ്പം എനിക്ക് ഈ ടൈം പോകുന്ന അറിയില്ല. ചിലപ്പം ബാങ്ക് കേൾക്കണം, അപ്പോഴൊക്കെയാണ് ഈ സമയം പോകുന്നത് നമ്മൾ അറിയുന്നത്. അപ്പോഴത്തേനും ഉമ്മി വിളിക്കും, മോളെ ഫുഡ് കഴിച്ചു. അപ്പം ഞാൻ പറയും ഉമ്മി കഴിച്ചില്ല. അപ്പം വാപ്പിയും വിളിക്കും, മോളെ കഴിച്ചോ. വാപ്പി ഉച്ചയ്ക്ക് ചിലപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വരും. അപ്പം ഞാൻ കഴിച്ചില്ലെന്ന് പറയുമ്പം അടുത്ത് കഴിക്കാൻ പറയും. അങ്ങനെ ഈ 2 കോളാകുമ്പോഴത്തേനും ഞാൻ പോയി കഴിക്കും. രാവിലത്തെ ഫുഡാണെങ്കിൽ എനിക്ക് ഡൈനിങ് ടേബിളിൽ എടുത്ത് വെച്ചേക്കും. ഉച്ചയ്ക്കാണെങ്കിലോ പോയി എടുത്ത് കഴിക്കണം. അപ്പൊ ഞാന് പിന്നെ പ്ലേറ്റ് ഒക്കെ കഴുകി ചോറിട്ട് കറിയൊക്കെ ഇട്ട് ബുദ്ധിമുട്ടാണ്. നേരെ ഞാൻ ഫോണോ ടിവിയോ ഇടും. ഇവിടെ മറ്റൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പിന്നെ ആ ഹോളില് എന്നിട്ട് ഒറ്റയ്ക്ക്, ബാപ്പി ഇല്ലെങ്കിൽ ഒറ്റയ്ക്കോ എന്നിട്ട് അവിടെ ഇരിക്കും. അപ്പം ഞാൻ എന്തേലും സിനിമയോ എന്തേലും വീഡിയോസ് ഒക്കെ കാണുവാണെങ്കിൽ ഞാൻ കൊറേ നേരം ഇരിക്കും. പാത്രമൊക്കെ ഉണ്ടെങ്കിൽ എന്തൊരു മടിച്ചു. ഇപ്പം അങ്ങനെയാണ് ഇങ്ങനെ ജീവിക്കുന്നതൊക്കെ. കല്യാണം കുറച്ച് വൈകുന്നതെന്നാണ് നല്ലത്. കല്യാണം കഴിക്കരുത്, കഴിച്ച പണി കിട്ടും. ഒരു കുട്ടിയുടെ ഓക്കെ, നമുക്ക് അതിലേക്ക് വരാം. ബാക്കി പറ. പാത്രം ഉണങ്ങി. പാത്രം ഒക്കെ ഉണങ്ങും. പിന്നെ അത് പോയി കഴുകണം. ചിലപ്പോൾ കഴുകാനും മടിയായിരിക്കും. സിങ്കിലോട്ട് ഇടുക, ഇടുക. അറിയില്ല. എന്നിട്ട് എന്തിന് ഇല്ല അങ്ങനെയൊന്നുമില്ല. എന്നിട്ട് ഞാൻ പോയി കൈയൊക്കെ കഴുകി വീണ്ടും വന്നിരിക്കും. സോഫയിൽ ഇങ്ങനെ ഇരിക്കും. ചിലപ്പോൾ ഞാൻ കുളിക്കും. ചിലപ്പം ഉമ്മിയൊക്കെ വന്നിട്ട് കുളിക്കാൻ വേണ്ടി ഇരിക്കും. കാരണം എനിക്ക് പേടിയാ. പ്രത്യേകിച്ച് സന്ധ്യയൊക്കെ ആകുമ്പോഴത്തേനും എനിക്ക് കുളിക്കാൻ ശരിക്കും പേടിയാ. ഉച്ചക്കൊക്കെ സമയമില്ലേ? ഉച്ചക്ക് ഈവനിങ് ഒക്കെ കുളിക്കാലോ. ചോറിനുള്ള സമയമല്ല, അതൊക്കെ കുറെ സമയം വേണ്ടേ? അതല്ല, പൊതുവെ നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഫോണുമായിട്ട് ഇരിക്കുമ്പോ നമ്മളുടെ അതുകൊണ്ടാ. അല്ലാതെ കുളിക്കണം എന്നൊക്കെ എനിക്ക് ശരിക്കും എല്ലാ ദിവസവും കുളിക്കാൻ ആഗ്രഹമുണ്ട്. ഇപ്പൊ എല്ലാ ദിവസവും കുളിക്കാറില്ല. പല്ല് മാത്രം പല്ലന്നെ 1 മിനിറ്റ് തേക്കണേ. മസ്താനി ചേച്ചി എന്നും കുളിക്കും. എന്നും കുളിക്കും. കള്ള. ഇങ്ങോട്ട് വരാൻ നേരത്തെ കുളിച്ചില്ലല്ലോ? ഇല്ല കുളിച്ചിട്ട് ബ്ലോ ഡ്രൈ ചെയ്തിട്ട് മുടി ഇങ്ങനെ അവരൊക്കെ കുളിക്കും. അങ്ങനെയാണ് ഞാൻ എന്നും കുളിക്കും. എന്നിട്ട് അതൊക്കെ കഴിയും. പിന്നെ ഫോണില് തന്നെ അത്രയും നേരം ഇടയ്ക്ക് ചാർജിനിടും. അപ്പൊ ടി വി ഇടും. ഭാഗ്യം, ഇടയ്ക്ക് ചാർജിനിടും അല്ലേ? അപ്പൊ ടി വി ഇടും ആ ഗ്യാപ്പില് അല്ലേ, ഫില്ല് ചെയ്യാൻ. ടി വി എനിക്ക് പൊതുവെ അങ്ങനെ ഇഷ്ടമല്ല. അപ്പൊ എന്താ കാണുക ടിവിയില്? ടിവിയിൽ എന്ത് കാണുന്നു? ഈ മലയാളം കോമഡി സിനിമാസ് എന്ന് പറഞ്ഞ് അടിച്ചു വെക്കും. അപ്പത്തേനും കുറെ മൂവീസ് വരും. എന്നിട്ട് ഞാനതിരുന്ന് കാണും. ചിലപ്പം കാർട്ടൂൺ ആയിരിക്കും കാണാൻ. കാർട്ടൂണൊക്കെ കാണും. കാർട്ടൂൺ നല്ല നല്ല കഥകളൊക്കെ ഇല്ലേ, അതൊക്കെ ഇഷ്ടം. കാർട്ടൂണിൽ നല്ല കഥകളുണ്ട്. എന്നിട്ട് രാത്രി അപ്പോഴേക്കും ഉമ്മ വാപ്പ അനിയത്തിയൊക്കെ വരും. രാത്രിയല്ല, ഒരു 6:30 ഒക്കെ ആകുമ്പോഴത്തേനും വരും. അനിയത്തി അപ്പോഴും വരത്തില്ല. അവള് ട്യൂഷൻ കഴിഞ്ഞ് അവൾ ഞങ്ങളുടെ ഒരു റിലേറ്റീവ് ഉണ്ട്, അവരുടെ വീട്ടിൽ അവള് നിൽക്കുന്നത്. എന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഒറ്റയ്ക്കല്ലേ, അപ്പൊ ഞാൻ എന്റെ കാര്യങ്ങൾ പോലും ചെയ്തിട്ടാന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം അവളെ എന്ത് വിശ്വാസത്തിലായിരിക്കും എന്റെ കൂടെ നടത്തുന്നത്? ശരിയാ, കുട്ടിയുടെ ജീവിതം. ബ്രില്യന്റ് മൂവ്. പിന്നെ അവളെ അവിടെ നിർത്തും. അവള് പിന്നെ ട്യൂഷനൊക്കെ അവിടെ തന്നെയാണ്, അവിടുത്തെ ഇത്ത പഠിപ്പിക്കും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് രാത്രിയാവും വരാൻ. അപ്പൊ നമുക്കിടയിലോ കുറച്ച് നേരമേ ഉള്ളു ബന്ധം.
ഓക്കെ സിസ്റ്ററിനായിട്ട് ശരിയാ ശരി ബന്ധം കുറവാണ് ഇപ്പൊ തമ്മില്. ബന്ധം കുറവാ പക്ഷെ എനിക്ക് ഇഷ്ടമാണ്. ഇഷ്ടമാണ് ഓക്കെ ഓ, കള്ളി അങ്ങനെ ഉമ്മ ഉപ്പയൊക്കെ വന്ന് പിന്നെ രാത്രി ഡിന്നർ കഴിക്കും. രാത്രി ഡിന്നർ കഴിക്കും, കിടന്നുറങ്ങും. എത്ര സമയത്ത് ഉറങ്ങും? 10:30, 11 മണി, 12 മണിക്ക് മേലെ പോകത്തില്ല. നല്ലോട്ടി നേരത്തെ കിടന്നുറങ്ങും, കിടന്നുറങ്ങും. നല്ല ലേറ്റ് ആയിട്ട് എണിക്കാൻ പറ്റുള്ളൂ. വല്ലാത്തൊരു ജീവിതല്ലേ. മസ്താനി ചേച്ചിക്ക് ഇന്ന് നല്ല ഉറക്കക്ഷീണം. ഓ, ഇത് ഈ ജീവിതത്തിനേക്കാളും നല്ലത് എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്യണം. എനിക്ക് അതെന്താ അറിയോ, ഇന്നലെ ഞാൻ ലേറ്റായി എത്തി ഞങ്ങളെല്ലാരും. എന്നിട്ട് ഭയങ്കര ക്ഷീണായിരുന്നു. ഞാൻ അതേ ഡ്രസ്സിൽ ജസ്റ്റ് ഒന്ന് കിടക്കാന്ന് വിചാരിച്ച് കിടന്ന ഉറങ്ങി എണീറ്റപ്പോ രാത്രി 2 മണി 2:30. പിന്നെ ഞാൻ ആ സമയത്ത് ഡ്രസ്സ് മാറ്റി മേലൊക്കെ കഴുകി കിടന്നുറങ്ങി. പിന്നെ ആ ഉറക്കം അങ്ങ് ശരിയല്ല. പിന്നെ രാവിലെ എണീറ്റ് നിങ്ങൾ വരല്ലേ കാണണ്ട എനിക്ക് രാവിലെ. അതാ ഞാൻ പിന്നെ എനർജി ഡ്രിങ്ക് ഒക്കെ കുടിച്ചിട്ടിരിക്കുന്നേ. ഞങ്ങള് പോസ്റ്റ് ആക്കി. നിങ്ങള് ആണോ? ഞങ്ങൾ അവിടെ ചൂടത്ത് വെളിയിൽ നിൽക്കായിരുന്നു. എന്താ ആസിക്ക കൊച്ചിനെ പോസ്റ്റ് ആക്കി ഇവരാ. ഓക്കെ, ഞാനൊരു വീഡിയോ കാണിച്ചിട്ട് റോളിംഗ് ആണോ? അയ്യോ എന്താണാവോ എന്താ പറഞ്ഞു ഉമ്മച്ചി പറഞ്ഞു വിട്ടേക്കാ പോയി സാധനങ്ങൾ കുറച്ച് അരി, 3 കിലോ. നീ എന്ത് ചെയ്യാൻ പോവാ? വലിയൊരു മണ്ടത്തരമായി. ഒരു 100 പേര് വേണ്ട, ഒരു 15 പേര് വരുന്ന ഒരു ഫംഗ്ഷന് എത്ര കിലോ അരി വേണം? 15 പേര് വരുന്നതാണെങ്കിൽ 3 കിലോ മതി. 3, 4, 5 അതിൽ മേലെ പോകണ്ട. അതെന്താ? അപ്പൊ ഒരാൾക്ക് എത്ര കിലോ അരി തിന്നു ഒരാള്? അങ്ങനെ ഒന്നും ചോദിക്കല്ലേ, എനിക്ക് അറിയില്ല ശരിക്കും. അങ്ങനെ അല്ല, ഒരു 1 കിലോ ഉണ്ടെങ്കിൽ 9 ആൾക്കൊക്കെ കഴിക്കാം. അപ്പൊ കുട്ടി പറഞ്ഞ കറക്റ്റ് അല്ലേ? ആ കറക്റ്റ് ആണ് ഓള് പറഞ്ഞത്. പിന്നെ എന്തിനാ എല്ലാരും ഇങ്ങനെ ട്രോളി? അത് എനിക്കറിയില്ല. വലിയൊരു പരിപാടി എന്നാ പറഞ്ഞത്. ഈ വലിയ ഫംഗ്ഷന് ഞാൻ ശരിക്കും എന്റെ മൈൻഡിലേക്ക് അപ്പം വന്നത് കല്യാണമൊന്നുമല്ല. കല്യാണത്തിന് ഇപ്പം ഇവര് പറഞ്ഞില്ലേ 15 കിലോ വേണമെന്ന്. എന്റെ മൈൻഡിലേക്ക് അപ്പം വന്ന എന്റെ വീട്ടിൽ ഓണം സെലിബ്രേഷൻ പെരുന്നാളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് ഞാനും 2 കിലോ 3 കിലോ പറഞ്ഞിട്ടുള്ള. കാരണം ഞാൻ ഈ 10-15 കിലോ ഒന്നും ഞാൻ കേട്ടിട്ടില്ല ഇതുവരെ. അപ്പൊ ഞാന് എന്തെങ്കിലും അർത്ഥമില്ലാതായാലോ എന്ന് വെച്ച് പറയാന്. ഇപ്പൊ നല്ല അർത്ഥമായില്ലേ? നല്ല അർത്ഥമായി. അർത്ഥം കുറച്ച് കൂടി പോയി. 2, 3, 4. आई हो कहाँ से गोरी आंखों में प्यार लेके, आई हो कहाँ से गोरी आंखों में प्यार लेके, चढ़ती जवानी की पहली बहार लेके, दिल्ली शहर का सारा मीना बाजार लेके, दिल्ली शहर का सारा मीना बाजार लेके, झुमका बरेली वाला कानों में ऐसा डाला, झुमके ने ले ली मेरी जान, हाय रम तेरे कुर्बान, गजरा मोहब्बत वाला अखियों में ऐसा डाला, गजरे में ले ली मेरी जान, हाय रम तेरे कुर्बान. നമ്മൾ ഇത്രയും സംസാരിച്ച സ്ഥിതിക്ക് ഒരു ചെറിയ ടാസ്ക് തരാം. ടാസ്ക് വിളിയടാ. ടാസ്ക് എങ്ങനെയാ ഊബറിനല്ലേ? ഞങ്ങൾ ഊബറാണ് വന്നത്. ഓക്കെ, ഇനിയിപ്പോ ഫ്ലൈറ്റ് തിരിച്ചു ഇനിയിപ്പോ പറന്നോ? വേണോ? വേണം. അല്ല, ഇത് ടാസ്ക് അല്ല, മൊത്തത്തില് അങ്ങനെയാ. ഈ ടാസ്കിനെക്കാട്ടി വലിയ ടാസ്ക് ആയിരുന്നു നീ കൊടുത്തിരുന്നത് അവർക്ക്. നിങ്ങക്ക് എന്തെങ്കിലും മോശമായിട്ട് തോന്നുകയാണെങ്കിൽ ഞങ്ങൾ കളഞ്ഞേക്കണേ. അപ്പൊ ഇന്റർവ്യൂ വേണ്ടേ? പോവാ നമുക്ക്. അല്ല, ഇന്റർവ്യൂ ഇട്ടോ. അതായത് ഒക്കെ മോശമായിരുന്നു. ഔട്ട്പുട്ട് സ്റ്റാൻഡേർഡ് ആയിരിക്കണം നമുക്ക്. ഓ റിയലി? എന്നൊന്നും കൂടി എടുക്കാം. വേണ്ട. സ്ക്രിപ്റ്റഡ് ആയിട്ട് പോവാണ്. ഞാൻ അതായത് ക്രിസ്മസ് ഒക്കെ ആണല്ലോ, അപ്പൊ ഞാൻ കുറച്ച് ഫണ്ണി ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ ഇൻ കേസ് അതിന് ആൻസർ തന്നില്ലെങ്കിൽ നമ്മളിവിടെ പപ്പാനിയുടെ ഡ്രസ്സ് സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഓരോ തെറ്റുത്തരത്തിനും ഓരോ സാധനം നിങ്ങൾ ഇടണം. അരെ വാ, എടുത്തോണ്ട് ഒരു സാധനം. ഓക്കെ, ആദ്യത്തെ ചോദ്യം ഹാനയുടെ അടുത്തുനിന്ന് തുടങ്ങാം. ഈസിയാ, ആൾക്കാർ താമസിക്കാത്ത സിറ്റി. ഈസിയാ? അറിയില്ലേ? കുട്ടിക്കറിയാം. എന്തേലും ഇങ്ങനെ ഒരു സിറ്റിയാ, അവിടെ ആൾക്കാർക്ക് താമസിക്കാൻ പറ്റില്ല. പക്ഷെ ഇതില്ലാണ്ട് ആൾക്കാർക്ക് സ്ഥലത്തിന്റെ പേര് പറഞ്ഞു കൊടുക്ക്. നമുക്ക് അതിൽ താമസിക്കാൻ പറ്റില്ല, പക്ഷെ അതില്ലാണ്ട് നമുക്ക് പറ്റില്ല. അങ്ങനെയാ. അതെങ്ങാനും പോയാ പിന്നെ നമുക്ക്
ഉഫ്, എന്താ വരാത്തേന്ന് വിചാരിച്ചിരിക്കും. അവിടെ കഴിഞ്ഞു കഴിഞ്ഞു കേട്ടോ. ആ, ഒന്ന് പറ. അവിടെ നിക്ക്. ഇത് എങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണെന്ന് എനിക്കറിയാം. ഫണ്ണി ഫണ്ണി ക്വസ്റ്റ്യൻ അല്ലേ? ആൾക്കാർ താമസിക്കാത്ത സിറ്റി, അത് ഇല്ലാതെ നമുക്ക് താമസിക്കാൻ പറ്റത്തില്ല. നമ്മള് കഷ്ടപ്പെട്ടു പോവും മൊത്തം അല്ലേ, മൊത്തം ഐ, ലോകം തന്നെ ഇരുട്ടിലാവും. എന്നാ ഓക്കെ, ഞാൻ തോറ്റു. ഇലക്ട്രിസിറ്റി. ഉഫ്, ഇത് ഞാൻ പറഞ്ഞില്ലേ ലോകം തന്നെ ഇരുട്ടിലാവൂന്ന്. ഫസ്റ്റ് ചെയ്താ കൊടുക്കണ്ട. ഇഷ്ടമുള്ള എടുത്തോ. എയർ ബാൻഡ് ഒന്നും വെക്കാട്ടോ, കാണാൻ വയ്യ. കറക്റ്റ് അതിനെടുത്തിട്ടുണ്ട്. അയ്യോ, എന്താ അണപ്പതിന്റെ കറക്റ്റാ. അല്ലേ അല്ലേ? സൂപ്പർ ആയിട്ടുണ്ട്, ക്യൂട്ട് ആയിട്ടുണ്ട്. കറക്റ്റ് ഞങ്ങൾ രണ്ടാളും ഒരേ ഡ്രസ്സും കൂടി ഇട്ടതുകൊണ്ടേ ചോദിക്കടാ. അല്ല കുനിഷ്ടാവും അല്ലേ? ചിരിക്കിണ്ട് ഇപ്പൊ തന്നെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട്. ഈ ക്വസ്റ്റ്യൻ എനിക്ക് മനസ്സിലായില്ല, വേറെ ചോദിക്കാം. ബുഫല്ലോ ഇല്ലേ, അറിയോ? ആരെ? ബുഫല്ലോനെ? ആ ഓക്കെ. ബുഫല്ലോ സ്വന്തം മോനെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്തപ്പോ എന്താ പറഞ്ഞേ? ബഫല്ലോ എന്ന് തന്നെ ചിന്തിക്കണം കേട്ടോ. ബഫല്ലോ മോനെ സ്കൂളിലാക്കിയിട്ട് എന്താ പറയാ? അങ്ങനൊക്കെ ചോദിച്ചല്ലേ, കുസൃതി ചോദ്യം ആയതുകൊണ്ട് കുസൃതി ചോദ്യാ. മനസ്സിലായി കൊള്ളാത്ത ക്വസ്റ്റ്യൻ അല്ലേ? എന്നാലും നിങ്ങളെ കൊണ്ട് ഇത് ഇടിക്കാൻ പറ്റുള്ളൂ. ഭയങ്കര ശോകം ക്വസ്റ്റ്യൻ. ബൈസൺ. ഓ എന്തോ ഓ, ബൈസൺ. ബൈസൺ അല്ലേ? ബൈസൺ. ബൈസൺ എന്താ? ബൈസൺ ബൈസൺ എന്താ? ഒന്നും അറിയില്ല. ചാരി ഇതൊരു ബ്രാൻഡ് അല്ലേ? ബ്രാൻഡ് അല്ല. രാവിലെ ചാരി ഇരുന്ന അവിടെ. ബൈസൺ അല്ലേ? ഒന്നും അറിയില്ല, വെറുതെ ബൈസൺ എന്ന് പറയുന്നത് ബൈസൺ എന്ന് പറഞ്ഞ ബൊഫലോ പോലത്തെ വേറൊരു സാധനമാണ്. മുതലനും പോലെ ഒരു എനിമൽ, പോത്ത് പോലത്തെ ഒരു എനിമൽ. ഈ കണ്ണാടി എടുത്ത് അല്ല, കണ്ണാടി അല്ല, ഇത് ഇതിന്ന് എടുക്കണേ. നല്ല കണ്ണാടിയാണ് കേട്ടത്. ആഹാ, ഇതോട് വെച്ച് വന്നാ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ ഒരു ലിസാർഡ് ഇല്ലേ, അതിന്റെ വാല് മുറിഞ്ഞു പോയി. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി ഫിക്സ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് ഫിക്സ് ചെയ്യാൻ എവിടെ പോവും? പെട്ടെന്ന് കേട്ടൊരു ക്വസ്റ്റ്യൻ പറഞ്ഞോ. ഒരു ലിസാർഡിന്റെ ടെയില് മുറിഞ്ഞു പോയി, ഏത് ഷോപ്പിൽ പോവും? മൊത്തം ഡ്രസ് ഇന്നിവിടെ ഇടേണ്ടി വരുമോ ഈ പോക്കാണെങ്കിൽ? ഇങ്ങനത്തെ ഒന്നും question ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. എന്നാ പറ, ക്രിസ്മസ് ആദ്യമായിട്ട് ഉണ്ടായ വർഷം. വർഷം അറിയത്തില്ല. വല്ല കാര്യമുണ്ട്? ദിവസം എല്ലാവർക്കും അറിയാലോ. എപ്പോഴാ? ഡിസംബർ 25. ഓ ഭാഗ്യം. പക്ഷെ ഇത് ലിസാർഡിന്റെ വാല് മുറിഞ്ഞു പോയി, ടെയില് മുറിഞ്ഞു പോയി. അപ്പൊ അത് ടൈലർ ഷോപ്പ് മതിയോ? അതാണോ? അല്ല, പോയിട്ടോ ഇട്ടോ. ഇട്ടിട്ട് ടൈല് മുറിഞ്ഞു പോയി. അപ്പൊ പോയ ഹോസ്പിറ്റൽ ഏതാ? അല്ല, അത് ഫിക്സ് ചെയ്യാൻ വേണ്ടി എവിടെ പോകും? ഒരു ഷോപ്പിൽ പോണം. ഇതിലുള്ള ഉത്തരം തന്നെ പറയണം. കുറച്ച് ഓപ്ഷൻസ്. ഇല്ല. No, never. You failed. No way. Go and wear that. അവിടെ നിക്ക്. ടൈല് മുറിഞ്ഞു പോയി. ഇന്ന് അടുത്ത് വാ, റീറ്റെയിൽ ഷോപ്പ്. Oh. ഓഫ്, അത് ഇട്ടോ. ആ ഉത്തരം വേണ്ട. ഓക്കേ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അവസ്ഥ അല്ലേ? ഒരാള് ATM-ന്റെ ഫ്രണ്ടില് ഒറ്റ കാല് പൊക്കിയിട്ട് ഇങ്ങനെ നിക്കുവായിരുന്നു. എന്തുകൊണ്ടാ? ATM-ന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിന്നോ? ആ, കാലിങ്ങനെ ഒരു കാല് കുത്താണ്ട് ഇങ്ങനെ. എന്തിനാ അങ്ങനെ നിന്നത്? എന്തുകൊണ്ടായിരിക്കും? ആലോചിക്കട്ടെ, ഇത് ആലോചിച്ചിട്ട് എങ്ങനെയും അവിടെ വെള്ളം ഉണ്ടാവണ്ടാണോ? അല്ല, അങ്ങനത്തെ വല്ലതും കൊള്ളാത്ത ആൻസർ ആയിരിക്കും. അതെ, അത് ഓഫ് കോഴ്സ്. ATM-ന്റെ ഫ്രണ്ടിൽ കാല് കുത്താതെ നിൽക്കുകയാണ്. ഒരു കാല് കുത്താണ്ട് ഒരു കാല് പൊക്കി പിടിച്ചിട്ട് ഇങ്ങനെ നിക്കാം. ഞാൻ എവിടെ ചോദിച്ചേ? ഇവിടെ അല്ലേ? അയാള് ബാലൻസ് നോക്കുമായിരുന്നു, വീഴുണ്ട്. ഇതിന്റെ കാള് അല്ല, ഇമാരി സ്റ്റാൻഡേർഡിലുള്ള സാധനം ഉണ്ടാക്കുന്ന ചോദിച്ചാൽ ഞങ്ങൾ ഇത് ഫുൾ ഇടേണ്ടി വരും. കാരണം ഞങ്ങൾ ഇതുവരെ ഞങ്ങൾ തന്നെ ഒരു ആവറേജ് ലെവൽ, അതിന് താഴെയുള്ള ലെവലിലാണ് ഈ സാധനം ഉണ്ടാക്കിച്ചിട്ടുള്ളത്. വടി എടുക്കാൻ എന്താ ഇതൊക്കെ ഞാൻ ഈ പോക്കാണെങ്കിൽ ഒക്കെ കുറച്ച് ഫിറ്റിംഗ് ഉള്ളത് കേറുന്നില്ല അതൊക്കെ. പക്ഷെ എനിക്ക് ആദ്യത്തെ ഇലക്ട്രിസിറ്റി എനിക്ക് പറയാൻ പറ്റില്ല. എന്താ പറയാ?
എന്താണെന്നറിയോ അതില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല വെലോസിറ്റി എന്ന് വിചാരിച്ചു. സാം ആ പാട്ട് പാടിയാൽ എന്ത് സംഭവിക്കും? സാംസങ്. ആൻസർ കറക്റ്റാണോ? അടി എപ്പോഴാ? ഓക്കെ, അടുത്തത്. ഒക്കെ ഇടേണ്ടി വരും. ഒരാൾക്ക് വയറ് കുറക്കണം. ഇതറിയായിരിക്കും, ഇതെല്ലാ പിള്ളേർക്കും അറിയാം. ആ, ഒരാൾക്ക് വയറ് കുറക്കണം. പുള്ളി ഉജാല കുടിച്ചു, വയറ് കുറഞ്ഞു. എങ്ങനെ? ഓ എന്ത് ചോദ്യല്ലേ. PSC പോലും ഉണ്ടോ? സത്യം. ഒരാൾ ഉജാല കുടിച്ചു, അയാൾക്ക് വയറ് കുറയണം. ഉജാല കുടിച്ചപ്പോ അയാളുടെ വയറ് കുറഞ്ഞു. ഇത് നിങ്ങളെ എന്റെ ഒരു ലെവലിൽ വേണം ചിന്തിക്കാൻ, വെലോസിറ്റി ലെവലല്ല. മനസ്സിലായോ? അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു സാധനം കിട്ടുന്നില്ല. ഇറങ്ങി വരൂ തറയിലേക്ക്. ഇറങ്ങി വരൂ. ഉത്തരം പറ. എന്തായിരിക്കും അതിന്റെ ഉത്തരം ഒന്ന് കേൾക്കാനൊരു ആഗ്രഹം. ഞാൻ ഈ വണ്ടിയിട്ട് ഉത്തരം പറയും. ഉജാല കുടിക്കുമ്പോ പല്ല് മൊത്തം ബ്ലൂ ആവും. അപ്പൊ ബ്ലൂടൂത്ത് വയർലെസ് ആണല്ലോ. വയറിലോ അമ്മേ ഈ വടി കുത്തി നടക്കാൻ ഇവിടെ ഇത് കേട്ടിട്ട് വയ്യാണ്ടായി. വേണ്ട മസ്താൻ, വടി എടുത്ത നന്നായി. ഇത് കേൾക്കുമ്പോ കുത്തിയിരിക്കും അവിടെ. ഞാൻ ഇവിടുന്ന് പോവാ. എനിക്കത് ഈസിയുള്ള ചോദിക്കാം. ഈഗിൾ. ഈഗിളിന് വയ്യാണ്ടായാൽ എന്ത് പറയും? എനിക്ക് വയ്യാന്ന്. എനിക്ക് വയ്യാന്ന് പറയോ? വയ്യാത്തൊരു ഈഗിളിന് എന്ത് പറയും? വയ്യ ഈഗിളിന്. ഈഗിളിന് വയ്യ. ടീച്ചർ ക്ലാസ്സിൽ ഈഗിളിന് വയ്യാതാ. വയ്യാത്തൊരു ഈഗിളിന് നമ്മൾ എന്ത് പറയും? ചോദ്യത്തിന് ഉത്തരം പറയാൻ നല്ല ബുദ്ധി വേണം. വയ്യാത്തീകൾ. വയ്യാത്തീകൾ. അത് വേറെ, അത് കറക്റ്റ് ആയിട്ട് പറ. അയ്യോ അയ്യോ അവിടെ ഇരുന്നിട്ട് ടാസ്ക് ഏറ്റെടുത്താ പിന്നെ അത് ഇടണം. അത് അല്ലെ മോശമാണ്. പിന്നെ ഇതൊക്കെ ലോകത്തുള്ള എല്ലാരും ക്രിസ്മസ് ആഘോഷിക്കുമ്പോ ഇങ്ങനത്തെ സാധനമാണ് ഇടല്. പറയാനേ പാടില്ല. അല്ല ഇത് ഇട്ടിട്ട് ആൻസർ പറയും. ഇത് അവസാനം വെച്ചാൽ ഓ കള്ളി ഇടാൻ കൊതിയായിട്ട് ഇരിക്കുക. എനിക്ക് ബർദ ഇടുന്നത് ഭയങ്കര ബർദയോ പർദല്ലേ? നല്ല രസമുണ്ട് കാണാൻ. അറബിക്കുട്ടീനെ പോലെയല്ലേ കാണാൻ? ക്രിസ്മസ് ഇത് നമുക്ക് ഷോയ്ക്ക് വേണ്ടി കൊണ്ടായാലോ? അയ്യേ ഇതിന് എത്ര പേര് കാണും? ഇത് വെക്ക് തലയില് കാണൂലോ. ഇത് വെച്ച് കഴിഞ്ഞാൽ അത്ര ബോറില്ല. അപ്പൊ ടോട്ടൽ അപ്പൊ അത്രയും സ്ഥലത്ത് വൃത്തിയിടുമോ? അതെ. കേട്ടോ നിങ്ങൾ കട്ട് ചെയ്തിട്ട് കൊള്ളടി ഒരു വീഡിയോ എടുക്ക്. സത്യം. ആൻസർ പറയട്ടെ. ആൻസർ വയ്യാത്ത ഈഗിൾ. ഇല്ലീഗൽ. ഈഗിൾ. ഇത് ടഫോട്ടോ അല്ലേ? ഇവര് കുസൃതിയുടെ ടഫ് ആൻസർ. നിങ്ങൾക്ക് ഇത് ഞങ്ങൾ വേറെ ഇത് കാണണല്ലേ കള്ളന്മാരെ. ഈസിയുള്ള ചോദിക്കാം. വെയിറ്റ് ഇല്ലാത്ത ബ്ലൂ. ഇത് ഈസി. ഇത് പറഞ്ഞില്ലാത്ത ബ്ലൂ. ആ മുഖംമൂടി എന്നെ നോക്കി ചിരിക്കും. അല്ല ഇതെങ്കിലും പറയാനുള്ള ഒരു ബുദ്ധി എനിക്ക് താപടച്ചേ. എത്ര ക്വസ്റ്റ്യൻസ് ആ ഉള്ളത്? രണ്ടുപേരും കൂടെ അല്ലേ 10? എന്തൊരു അവസ്ഥയാണല്ലേ അത്. നല്ല രസം. അല്ല അങ്ങോട്ട് നോക്ക്. സൂപ്പർ ഒരു കണ്ണ് അവിടെ പോയി. ഒരു കണ്ണിൽ കൂടെ മാത്രം നിങ്ങളെ കാണണല്ലോ. ഇത്തിരി പ്രായമുള്ള പപ്പാനിയാന്ന് തോന്നുന്നില്ലേ? ഈസിയാ, ഭയങ്കര ഈസിയാ. ചിന്നമ്മ. ചിന്നമ്മേനെ ഇംഗ്ലീഷിൽ എന്ത് വിളിക്കും? ഷോർട്ട് മോം. കറക്റ്റ് അല്ല. ഞാൻ പോയിട്ട് ചെല്ലി
അപ്പൊ ചിന്നമ്മയുടെ ഇംഗ്ലീഷ് എന്താ? എന്താ പറ, അത് ഞാനല്ലേ അങ്ങോട്ട് ചോദിച്ചേ. ചിന്ന മീൻസ് കുഞ്ഞ്, ആ കുഞ്ഞ്. അമ്മ എന്ന് വെച്ചാ മദർ. Mom. അപ്പൊ കുഞ്ഞമ്മ അല്ല, ചിന്നമ്മ. കുഞ്ഞമ്മ, കുഞ്ഞമ്മ, ആന്റി. എനിക്ക് ഇവിടുന്ന് എണീക്കാൻ വയ്യ. കുഞ്ഞമ്മ. ഡാൻസ് കളിപ്പിക്കല്ലേ, ഡാൻസ് കളിപ്പിക്കല്ലേ, എനിക്ക് വയ്യാതിരിക്കുക. ഓ സത്യം പറഞ്ഞാൽ ഈ മാസ്ക് ആദ്യം ഇട്ടാ മതിയായിരുന്നു, അപ്പൊ ഒരു തെണ്ടി മോന്ത കാണുന്നില്ല. ഞാൻ ആദ്യം എടുത്തന്നില്ലേ, അപ്പൊ വേണ്ട. ഫസ്റ്റ് മാസ്ക് ഇട്ടാ മതിയായിരുന്നു. നമ്മൾ എന്തുകൊണ്ടായി ചിന്തിച്ചില്ല ഹന? അതെ, ഫസ്റ്റ് മാസ്ക് ഇട്ടാ മതിയായിരുന്നു. നമ്മൾ അത്ര ബിലോ ആയിട്ട് ചിന്തിച്ചില്ല അല്ലേ ഹന? തട്ടപ്പനിയോ അല്ല, സോറി അപ്പാനിയല്ല പപ്പാനി. ചേട്ടൻ കാണട്ടെ. സോറി. ആൻസർ പറയട്ടെ. പറഞ്ഞു. ചിന്നമ്മേനെ ഇംഗ്ലീഷിൽ പറയുന്നത് മിനിമം. എനിക്കറിയാം ഇങ്ങനത്തെ പോലെ കണ്ണന്തിരിവായിരിക്കും. ചോദിക്കട്ടെ, നട്ടാൽ മുളക്കാത്ത പയർ. ഡാൻസ് ചെയ്യാം. നടുപ്പയർ. എന്തോന്നടേ നട്ടാൽ മുളക്കാത്ത പയർ? ആലോചിച്ച് പറ, നമ്മളെ ബുദ്ധിയിൽ ആലോചിക്കും. എന്റെ ബുദ്ധിയിലാലേക്ക് മസ്താനി ചേച്ചിക്ക് എന്നെ എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? നട്ടാൽ മുളക്കാത്ത പയർ. പയർ ചെറുപയർ. ഇംഗ്ലീഷാണ് ഉത്തരം. വാമ്പയർ. ഓ ആണല്ലേ, ബോംബയർ. അല്ല, അപ്പൊ അതിന്റെ ഉത്തരം അതല്ലേ? പക്ഷെ നല്ലൊരു ഉത്തരം ആകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഞങ്ങൾ ഉത്തരം പറയണോ? ഈ പനിയുടെ താടി നിന്റെ വായന്ന് എടുക്കോ? അമ്പയർ. ഓ അമ്പയറും വാമ്പയറൊക്കെ ഉത്തരമായിട്ട് എടുക്കണ്ട. ഇവിടെ ഞങ്ങൾ ഉത്തരം അമ്പയർ. ഓക്കെ ഓക്കെ, ഡാൻസോ. ആ സ്റ്റെപ്പ് ഇട്. എങ്ങനെ സ്റ്റെപ്പ് ഇടാ? ഞാൻ ഇരുന്നിട്ട് യോയോ. ആ ഇട്. കൈ ഇറങ്ങാനാ? ഇതെന്താ ഒരു ആരോഗ്യമില്ലാത്ത പോലെ. ഇതിന് ചോറ് കൊടുത്തില്ലേ? ആ ഇങ്ങനത്തെ സാധനം ഇടുക. ഇങ്ങനത്തെ സാധനം ഗ്ലാസ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഇന്റർവ്യൂ വൈൻഡപ്പ് ചെയ്യാൻ പോകുകയാണ്. എനിക്ക് തീരെ താല്പര്യമില്ല ഇത് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി, പക്ഷെ നിങ്ങക്ക് നല്ല താല്പര്യല്ലേ? മസ്താനി ചേച്ചിട്ട് വെറുതെ ഇരിക്കാനാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, കുറെ നേരം ഇരിക്കാം. പക്ഷെ ഈ ടാസ്ക്, ഒരു ടാസ്ക് സാധാരണ 2-3 ടാസ്ക് ഞങ്ങൾ കൊടുക്കാറുണ്ട്. ഭയങ്കര വിഷയാവൂല അത്? ആ ഇതിപ്പോ ഒരു ടാസ്ക് അല്ലേ തന്നുള്ളൂ, സ്നേഹം കൊണ്ടാ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോകണം. അതിനു മുന്നേ നമുക്ക് ഒരു അടിച്ചുപൊളി ക്രിസ്മസ് സോങ് പാടിയിട്ട് നമുക്ക് ഓ മതി. ആൻഡ് ബൈ ദ വേ, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഇപ്പൊ എല്ലാം അടിപൊളിയാവട്ടെ, വൈബ് ആവട്ടെ. നമ്മളാണ് താങ്ക്സ് പറയണ്ടത്. ഭയങ്കര രസമുള്ളൊരു സെഗ്മെന്റ്, നല്ല അടിപൊളിയായിരുന്നു, നല്ലൊരു രസം. നമ്മളിത് റീൽസിലും വീഡിയോയിലും മാത്രമല്ല കണ്ടിട്ടുള്ളൂ. വെറൈറ്റി മീഡിയയുടെ കുറെ സംഭവങ്ങൾ ഇങ്ങനെ വരുന്നതാണല്ലോ. നമ്മുടെ വന്നാൽ എന്താ വൈബ് നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ നമ്മളത് എക്സ്പീരിയൻസ് ചെയ്തു. കൊള്ളാല്ലേ? നല്ല പരിപാടിയാണ്. അപ്പൊ എല്ലാം അടിപൊളിയാവട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. ഇനി ഒരുപാട് സിനിമകളിലും പാടാനും ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ വന്ന് ഫുൾ ബിസി ആവട്ടെ. 2026 ഒരു നല്ല ഇയർ ആവട്ടെ. അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. 1 2 3 ഗബ്രിയേലിന്റെ ദർശന സാഫല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബത്ലഹേമിന്റെ മാറിലൊരാരോമലുണ്ണി പിറന്നല്ലോ. ഗബ്രിയേലിന്റെ ദർശന സാഫല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബത്ലഹേമിന്റെ മാറിലൊരാരോമലുണ്ണി പിറന്നല്ലോ. അതില്ലേ എത്ര അറിയോളോ? അല്ല പിന്നെ പിന്നെയും പാടാൻ നിൽക്കാ, പിന്നില്ലോ എന്നൊക്കെയാണ് പറഞ്ഞത്. ബൈ ഗൈസ്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ.